വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് അറേബ്യ. പരിസ്ഥിതി അവബോധവും ജൈവകൃഷിയും കൂടെ കൊണ്ടു നടക്കുന്ന കുറേ വ്യക്തികളും കൂട്ടായ്മകളുമുണ്ട് ഗൾഫിൽ. അവരിൽ ചിലരെ നേരത്തെ തന്നെ വീക്കെൻഡ് അറേബ്യ പരിചയപ്പെടുത്തിയിരുന്നു. ആ പരമ്പര അവസാനിക്കുന്നില്ല. ഖത്തറിൽ നിന്നും ഇതാ ചില വ്യക്തികൾ. പരദേശത്തെ ഇത്തിരിപ്പോന്ന ഇടങ്ങൾ, അവിടെ ഹരിതാപ സൃഷ്ടിക്കാൻ പാടുപെടുന്ന ചില പച്ച മനുഷ്യർ. ജൈവരീതിയിൽ കൃഷിയിറക്കി നൂറുമേനി വിളവെടുത്ത് സുഹൃത്തുക്കൾക്ക് സമ്മാനിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നു ഈ ജന്മങ്ങൾ. ആദ്യം ഖത്തർ മൗമൂറയിലെ ജിഷ കൃഷ്ണ എന്ന വീട്ടമ്മയുടെ വീട്ടുമുറ്റത്ത് നിന്ന് തുടങ്ങാം. വിശാലമായ മുറ്റത്തും ടെറസിനു മുകളിലുമായി ജിഷ വളർത്തിയിരിക്കുന്നത് 80ഓളം ഇനങ്ങളിൽപ്പെട്ട ഇലക്കറികളും പച്ചക്കറികളും. കോഴിക്കോട് പേരാമ്പ്രയാണ് സ്വദേശം. അടുക്കളത്തോട്ടം ദോഹ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അഡ്മിൻ കൂടിയാണ് ജിഷ. അച്ഛൻ കുഞ്ഞിരാമൻ നമ്പ്യാരിൽ നിന്നാണ് കാർഷിക അറിവുകൾ പകർന്നു കിട്ടിയത്. ഖത്തറിലും അത് വിജയം കണ്ടു. തികച്ചും ഒരു പ്രകൃതിയോട് ചേർന്നിട്ടുള്ള കൃഷി രീതിയാണ്. കരിയിലകളും ചുള്ളിക്കമ്പുകളും ഒക്കെ ചേർത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ മണ്ണിൻ്റെ pH കറക്റ്റാണ്. ചെടികൾക്കൊന്നും രോഗങ്ങളൊക്കെ വളരെ കുറവാണ്. പ്രകൃതി കൃഷി എനിക്ക് കൂടുതലും ഈ മരുഭൂമിയിൽ സാധ്യമാവുന്നത് 2-3 മരങ്ങളുള്ളത് കൊണ്ടാണ്. 6 ഇനം പയറുകളുണ്ട്. ഇതൊക്കെ തന്നെ പ്രകൃതിയോട് ചേർന്നിട്ടുള്ള കൃഷി രീതി ആയതുകൊണ്ട് നല്ല വൈറ്റമിൻസ് ഇതിൽ കൂടുതലായിരിക്കും. 5 ഇനം മുരിങ്ങകൾ, 4 ഇനം മത്തൻ, 3 ഇനം കുമ്പളവും പാവലും, 4 ഇനം തക്കാളി, പലതരം മുളകുകൾ എല്ലാം ഇവിടെ വിളയുന്നു. വിദേശ ഇനങ്ങളായ കെയിൽ, പാസ്ലി ലീഫ്, സെലറി, ദിൽ, ജർജിർ, ടർണിപ്പ് തുടങ്ങിയ സാലഡ് വിഭവങ്ങളും ജിഷയുടെ വീട്ടുമുറ്റത്ത് സുലഭം. സീസണിൽ മാത്രമല്ല, വർഷം മുഴുവൻ വിളവ് ലഭിക്കുമാറ് പല ഘട്ടങ്ങളിലായാണ് കൃഷി ഇറക്കുന്നത്. പിന്നിട്ട 13 വർഷത്തെ ഖത്തർ കാർഷിക പരീക്ഷണങ്ങൾ വിജയിച്ചതിന്റെ നിറവിലാണിപ്പോൾ ജിഷ. അടുക്കള വെള്ളവും കരിയിലകളും ഉപയോഗിച്ചാണ് മണ്ണൊരുക്കൽ. ഇനി അൽസദ്ദയിലെ വില്ലയിലേക്ക്. പൂക്കളും കിളികളും ഇവിടെ നമ്മെ സ്വാഗതം ചെയ്യും. എറണാകുളം ചെലവന്നൂർ സ്വദേശി രാജൻ ഫ്രെഡറിക്കും കുടുംബവുമാണ് ഇവിടെ താമസം. 10 വർഷമായി സ്വാഭാവിക കൃഷിരീതിയിൽ വിജയം കൊയ്ത കുടുംബം. പച്ചപ്പിനെയും വിളവിനെയും സ്നേഹിക്കുന്ന ആർക്കും ഇവിടേക്ക് സ്വാഗതം. ആദ്യമൊക്കെ 1-2 ഐറ്റംസേ ഉള്ളായിരുന്നു, കുറച്ച് ഫ്ലവർ, പെട്രോണിക്. പക്ഷേ ഇപ്പോൾ മോർ ദാൻ 45 to 50 ഐറ്റംസാണ് ഇവിടെ. പല രീതിയിലും വെജിറ്റബിൾസ് ആയിട്ടും ഫ്ലവേഴ്സായിട്ടും. അവരവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. രാവിലെ എഴുന്നേൽക്കുക, വെള്ളം ഒഴിക്കുക, അതിനുവേണ്ടിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. പൂക്കളുടെ പരിചരണത്തിലാണ് വീട്ടുകാരി ആൻസിക്ക് താല്പര്യം. നാട്ടുപച്ചയുടെ പുനരാവിഷ്കാരം രൂപപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണവർ. ഞങ്ങൾ തുടങ്ങിയത് ഫ്ലവേഴ്സിലായിരുന്നു. ചെമ്പരത്തിയായിരുന്നു. ചെമ്പരത്തിയുടെ പല വെറൈറ്റീസ്, ഒരു 10-12 വെറൈറ്റീസ് ഉണ്ടായിരുന്നു അന്ന്. അത് ഇങ്ങനെ എന്നും ദിവസം രാവിലെ വെള്ളം ഒഴിക്കും, വൈകിട്ട് വെള്ളം ഒഴിക്കും. ഇങ്ങനെ വളം ഇടുന്നതൊക്കെ ഇതുപോലെ തന്നെ ചാണകം, പിന്നെ പിറ്റ്മോസും അതും കൂടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് അത് മാറി പിന്നെ നെക്സ്റ്റ് ഇയർ മുതലാണ് ചെറുതായിട്ട് വെജിറ്റബിൾസൊക്കെ തുടങ്ങിയത്. ഈ വർഷമാണ് ആക്ച്വലി ഞങ്ങൾ ഫ്ലവേഴ്സൊക്കെ ഇത്രയും വിപുലമാക്കിയത്. ഇത്രയും ഈ പെട്രോണിക്കയുടെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാൽ ഇത്രയും വിപുലമായിട്ട് ഇത്രയും പല വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഖത്തർ അബുഹമ്മൂറിലുള്ള പ്രദീപ് ചന്ദ്രന്റെ വീട്ടുമുറ്റം തേടിയാണ് അടുത്ത യാത്ര. ഗുരുവായൂർ മുല്ലാശ്ശേരി സ്വദേശിയായ പ്രദീപ് ചന്ദ്രനും ഭാര്യ ബിന്ദുവും ചേർന്നാണ് ഇവിടെ പച്ചപ്പിന്റെ മായികലോകം തീർത്തിരിക്കുന്നത്. 25 വർഷമായി വീട്ടുമുറ്റത്ത് കൃഷിയിറക്കി റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് കുടുംബം. ബിസിനസ്സാണ് ഉപജീവനം. പക്ഷേ കാർഷിക വിളകൾ അത്രയും സുഹൃത്തുക്കൾക്കും ആവശ്യക്കാർക്കുമുള്ളതാണെന്ന് ഇവർ വിനയം കൊള്ളും. ഞാനൊരു 25 കൊല്ലത്തോളം ഉണ്ടാവും ഇങ്ങനെ കൃഷി ചെയ്യുന്നു. കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഫാമിലിയായിട്ടുള്ള താമസം തുടങ്ങിയ പിന്നെ അപ്പോൾ അത് എല്ലാ സീസണിലും ഒരുവിധം വിത്തുകളൊക്കെ ഇവിടെ ഒരു ഓഗസ്റ്റോട് കൂടിയൊക്കെ തന്നെ നമ്മൾ സെപ്റ്റംബറോട് കൂടി എല്ലാം നടൽ തുടങ്ങും. ഇതെല്ലാം തികച്ചും സീസണിൽ തന്നെ പറയും. കാരണം ഇവിടുത്തെ 48-50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒന്നും സ്റ്റാൻഡ് ചെയ്യൽ എളുപ്പമല്ല. ചില പച്ചമുളകിൻ്റെ ചെടികൾ അല്ലെങ്കിൽ ബ്രിഞ്ചോളിൻ്റെ ചെടികൾ ഇങ്ങനത്തെ സാധനങ്ങൾ നിന്ന് പോകുന്നതിൽ കണ്ട് മറ്റെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് പോവാറാണ് പതിവ്.
പിന്നെ അതായത് സീസൺ അനുസരിച്ച് നമ്മൾ ഒരു സെപ്റ്റംബറോട് കൂടിയൊക്കെ കൃഷി പരിപാടിയെ കുറിച്ച് തുടങ്ങും. ഫ്ലവേഴ്സ് ആണെങ്കിലും അതൊക്കെ തന്നെ ഒരു മാക്സിമം ഒരു മാർച്ച് വരെ, ഏപ്രിൽ, അതിനോട് കൂടി അതിൻ്റെ അവസ്ഥ അവസാനിക്കുകയും ചെയ്യും. നാടിന്റെ കാർഷിക സംസ്കൃതി പരദേശത്ത് നടപ്പാക്കിയ ജൈവ മനുഷ്യരാണിവർ. മരുഭൂമിയിൽ ബദലുകളുടെ വഴി രൂപപ്പെടുത്തുക അത്ര ദുഷ്കരമല്ലെന്നുകൂടി ഈ മനുഷ്യർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.